നമുക്ക് ഡിഫ്രാക്ഷൻ ഹെഡിങ് കൊടുത്തു ഡിഫ്രാക്ഷൻ. Dual nature. So first, എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറയാം. ഡിഫ്രാക്ഷൻ മീൻസ് bending of light. എന്തായിരുന്നു ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ? ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ ഫ്രീക്വൻസി ഉള്ള വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീജിയൻസ് ഓഫ് ഹൈ ഇന്റൻസിറ്റി ആൻഡ് ലോ ഇന്റൻസിറ്റി വിൽ ഗെറ്റ് അല്ലേ? അതായിരുന്നു ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതൊരു ചെറിയൊരു സ്ലിറ്റ് ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ. ഇവിടെ നിന്ന് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരികയാണ്. നടുക്കൂടിയാണെങ്കിൽ ഇതൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ഇവിടെ എത്തി, ഇവിടെ നിന്ന് അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ വാട്ട് വി ഗോട്ട് ഈസ് ഇവിടെ ഈ സ്ക്രീനില് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തതായിട്ട് കണ്ടു. അതായത് ഇവിടെ വരേണ്ടുന്ന ലൈറ്റ് ഇവിടെ വന്നിട്ട് അതിങ്ങനെ എന്ത് ചെയ്യാണ്? സ്ക്രീനിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാന്ന് പറയാം. മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് നേരെ വരേണ്ടതായിരുന്നു, പക്ഷേ ആക്ച്വലി വെൻ വി ഡു ദ എക്സ്പെരിമെന്റ് we understood that there is a bending of light at the corners of the obstacle. ഇതൊരു ഒബ്സ്റ്റക്കിൾ പോലെയല്ലേ ആക്ട് ചെയ്യുന്നത്? ഈ ലൈറ്റിനെ തടയുന്ന ഒരു സംതിങ്, അതാണ് ഈ ഒബ്സ്റ്റക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒബ്സ്റ്റക്കിളിന്റെ കോർണേഴ്സിൽ വെച്ചിട്ട് അതിനിങ്ങനെ ഒരു ബെൻഡ് സംഭവിച്ച് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു എന്താണ്? ഒരു ബ്രൈറ്റ് ബാൻഡാണ്. അപ്പൊ ഇത്രയും ഭാഗത്ത് ബ്രൈറ്റ് ബാൻഡാണ് കിട്ടിയത്. മനസ്സിലായോ? So diffraction means the bending of light at the corners of the obstacle which is placed in the path of light. ലൈറ്റിന്റെ പാർട്ടിൽ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചപ്പോ ആ ഒബ്സ്റ്റക്കിളിന്റെ കോർണേഴ്സിൽ വെച്ച് ലൈറ്റിന് എന്ത് സംഭവിച്ചു? ഒരു ബെൻഡിങ് സംഭവിച്ചു. അങ്ങനെ ലൈറ്റ് എന്ത് ചെയ്തു? നേരെ വന്ന് ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ് ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകുന്നതിന് പകരം ഇതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം ഇത് 0 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി, then the intensity is found to be decreasing. Okay, ഇത്രയും ഭാഗത്ത് എന്താണ്? ഒരു ബ്രൈറ്റ് ബാൻഡ് and with from the എന്താ പറയാ intensity maximum to intensity minimum intensity, and here what we got is a dark band. ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ് കിട്ടി, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡാർക്ക് ബാൻഡ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ ഒരു ബ്രൈറ്റ് ബാൻഡ്, പിന്നെ കുറച്ചുകൂടി അകലത്തില് ഒരു ഡാർക്ക് ബാൻഡ്, കുറച്ചുകൂടി അകലത്തിൽ ഇവിടെ അതേപോലെ ഒരു ഡാർക്ക് ബാൻഡ്. അങ്ങനെ വിത്ത് ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി കുറയുന്ന രീതിയിൽ ഇതുപോലെ ഡാർക്ക് ബാൻഡ് ഇങ്ങനെയാണ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയത്. മറ്റേ ഡിഫറൻസ് ആണെങ്കിലോ എങ്ങനെയായിരുന്നു? ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. at this place the intensity is maximum and it is found to be decreasing from the central maxima to the extremeലേക്ക് പോകുമ്പോൾ ഇന്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക. and at this point at the center we got maximum intensity. okay, ഇതാണ് the diffraction എന്ന് പറയുന്ന phenomenon. the bending of light at the corners of the obstacle which is placed in the path of light is called the diffraction. ഇങ്ങനെ വരുന്ന ബെൻഡിങ്ങിന്
ബെൻഡിങ് സംഭവിക്കുന്ന ഈ ഒരു ഫിനോമിനലാണ് എന്ത് പറയുന്നത്, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു, ഡിഫ്രാക്ഷൻ. The bending of light around the corners of an opaque object, like opaque obstacle. Bending of light around the corners of an opaque obstacle placed in the path of light, is called diffraction. At the heading, diffraction at a single slit. Diffraction at a single slit. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഡയഗ്രാം വരയ്ക്കണം. സ്ക്രീന് തൽക്കാലം ഞാനിത് മാറ്റിയാണ്. സ്ക്രീനും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ഡി ആയിട്ട് എടുത്തു. പിന്നെ സ്ലിറ്റ് വിഡ്ത്ത് എ ആയിട്ട് എടുത്തേക്കണേ. സ്ലിറ്റ് വിഡ്ത്ത് എ. ഇത് 0 എന്ന് പറയുന്ന പോയിന്റ്, അതായത് അറ്റ് ദ മിഡിൽ പോയിന്റ് അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് വേർ വി ഗെറ്റ് സെൻട്രൽ മാക്സിമം ഇന്റൻസിറ്റി കിട്ടുന്ന പോയിന്റ്, അതിനാണ് ഞാൻ ഇവിടെ O എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള പാത്ത് ലെങ്തും അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസും ഈ പോയിന്റിൽ നിന്ന് ഈ 0 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പാത്ത് ഡിഫറൻസും എന്താണ്, സെയിം ആയിരിക്കും. അതുകൊണ്ട് ആ പോയിന്റില് എന്തുണ്ടാവും, മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്റർഫറൻസ് ചെയ്ത പോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് അവിടെ പാത്ത് ഡിഫറൻസ് ഇല്ല, പാത്ത് ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് ഈ പോയിന്റില് അതിന് അല്ലെങ്കിൽ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് സെൻട്രൽ മാക്സിമ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് സെൻട്രൽ മാക്സിമം. ഈ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, കുറച്ച് ഈ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാണ്. മനസ്സിലായോ? ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി ഉണ്ട്, പിന്നെ ഇന്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിലും യു വിൽ ഗെറ്റ് മാക്സിമം റീജിയൻ ഫ്രം ഹിയർ ടു ഹിയർ. ഇവിടെ നിന്ന് ഇവിടം വരെ എന്താണ് ഇന്റൻസിറ്റി ഉള്ള ബ്രൈറ്റ് ബാൻഡാണ് കിട്ടുന്നത്. ഓക്കെ, അറ്റ് ഓയില് അത് മാക്സിമം ആയിരിക്കും. പക്ഷെ ഈ ഡാർക്ക് ബാൻഡ് അടുത്ത ഡാർക്ക് ബാൻഡിന്റെ ഇടയിൽ എന്താണ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇത്തിരി വിഡ്ത്തുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം ആണെങ്കിലൊക്കെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും ഭാഗത്ത് എന്താണ് നമുക്ക് ബ്രൈറ്റ് ബാൻഡ് കിട്ടുന്നത്. എഗൈൻ ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ് കിട്ടും. ഇതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. അപ്പൊ നമ്മൾക്ക് ഇനി നോക്കാൻ പോകുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, ലെറ്റ് എ പോയിന്റ് P ഓൺ ദ സ്ക്രീൻ. ഈ P എന്നുള്ള പോയിന്റില് എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിലും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിലും അത് എന്തായിരിക്കും, അതിന്റെ പാത്ത് ഡിഫറൻസ്, അതിന്റെ എക്സ്പ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, Pയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതേപോലെ ഈ പോയിന്റിൽ നിന്നും P എന്നുള്ള പോയിന്റിലേക്ക് ജോയിൻ ചെയ്യും. ആൻഡ് ഇത് θ ആയിട്ട്, അതായത് which is making theta angle, here theta angle. ഈ രണ്ട് ഇവിടെ ഒരു പേര് കൊടുക്കാം. ഇത് A,
കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി പി എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരണം ഇതുപോലെ. എന്നിട്ട് അതിനെ പേര് കൊടുത്തു. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി പി എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് എന്താണ് അപ്പൊ എന്തായാലും എന്തിനാണ് വരച്ചതെന്ന് വെച്ചാൽ വി നീഡ് ടു മേക്ക് എ പി ഇസ് ഈക്വൽ ടു എൻ പി. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു കഴിയുമ്പോൾ ഈ ലെങ്ത് എ തൊട്ട് പി വരെയുള്ള ലെങ്തും എൻ തൊട്ട് പി വരെയുള്ള ലെങ്തും സെയിം ആയിരിക്കും. അതായത് ഈ രണ്ട് ലൈറ്റ് റേസും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വരച്ചു, ബി എന്നുള്ള പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വരച്ചു. എന്തായാലും ബി എന്നുള്ള പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലാണല്ലോ, അവിടെ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലെ? there is a path difference. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ എന്തുവാ, എ എന്നുള്ള പോയിന്റ് ഓയിലേക്ക് എത്തുമ്പോഴും ബി എന്നുള്ള പോയിന്റിൽ നിന്ന് ലൈറ്റ് ഓയിലേക്ക് എത്തുമ്പോഴും പാത്ത് ഡിഫറൻസ് ഇല്ല. കാരണം അവർ രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ബി എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ലൈറ്റിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ദാൻ ദ ലൈറ്റ് ഫ്രം എ. അതുകൊണ്ട് അവർ തമ്മിൽ ഓഫ്കോഴ്സ് അവർ തമ്മിൽ എന്തുണ്ട്, ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ട്. ആ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി പി എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ when we draw a perpendicular from A, we are making AP is equal to NP. That means there is a path difference of BN. Okay, so path difference is BN. Path difference denoted by delta. Delta equal to BN. And next we are going to find what is Bn equal to. അതിനു വേണ്ടി ഇത് theta ആണെങ്കിൽ this will be 90 minus theta and again this small angle will be theta. ഇത് 90, ഇത് theta ആണ് എടുത്തു അല്ലേ? ഈ ലൈനുമായിട്ട് AP എന്ന് പറയുന്ന ലൈൻ theta ആംഗിളിലാണ് പിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് theta ആണ്. സോ ഡെൽറ്റ ഈക്വൽ ടു Bn ആണ്. പി ഈ ആംഗിൾ theta ആയിട്ട് എടുത്തു. And this distance is A, so we are going to find sin theta. What is sin theta equal to? Opposite side by this is 90 degree, so hypotenuse is A. So what is Bn equal to? A sin theta. So path difference delta equal to A sin theta. Okay, when theta is small, sin theta can be approximated to theta. When for small angles, sin theta can be approximated to theta. So delta is equal to A theta. Path difference delta equal to A theta. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഡെറിവേഷന്റെ ആവശ്യമില്ല, ഫൈനൽ എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഇത് എടുത്തു വന്നത്. ഇൻ കേസ് ഇത് മറന്നു പോയാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഡെറിവേഷൻ കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ ഈക്വൽ ടു A theta for minima. For minima, condition is for minima delta is equal to n lambda. For minima delta equal to n lambda. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. n lambda is equal to A theta. So from this equal to n lambda. Theta equal to n lambda by A. Theta equal to n lambda by A, where n equal to 0, 1, 2, 3, etc. 0, 1, 2, 3, etc. lambda by A
2 lambda by a, 3 lambda by a, etc. അപ്പോൾ lambda by a യിലെ 2 lambda by a യിലെ 3 lambda by a 3 lambda by a യിലൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്? മിനിമം ഇന്റൻസിറ്റി ആണ്. ഫോർ മിനിമം ഇന്റൻസിറ്റി, ഫോർ മിനിമം. ഓക്കെ, ഇനി ഫോർ മാക്സിമം കണ്ടീഷൻ ഈസ് ഫോർ മാക്സിമം ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫോർ മാക്സിമം നമുക്കൊരു ഡെൽറ്റ ഈക്വൽ ടു ഇന്റർഫറൻസിന് നേരെ ഓപ്പോസിറ്റ്. ഇന്റർഫറൻസിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് എടുത്തത് ഡെൽറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്നും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ഡെൽറ്റ ഈക്വൽ ടു 2n മൈനസ് 1 ലാംഡ ബൈ 2 എന്നായിരുന്നു. ഇവിടെ മിനിമയ്ക്ക് ഡെൽറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്നും മാക്സിമയ്ക്ക് ഡെൽറ്റ ഈക്വൽ ടു 2n പ്ലസ് 1 ലാംഡ ബൈ 2 എന്ന് എടുക്കണം. 2n പ്ലസ് 1 ലാംഡ ബൈ 2 ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2n പ്ലസ് 1 lambda by 2 is equal to a theta. So theta is equal to എന്ത് വരും? Theta is equal to 2n plus 1 lambda by a. ഇവിടെ നമുക്ക് 2n plus 1 lambda by a equal to 1, 2, 3, etc. 0, 1, 2, 3, etc. So എന്നിട്ട് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? lambda by lambda by 2 ഇല്ല lambda by 2 2a. അപ്പോൾ എന്നിട്ട് 0 കൊടുക്കുമ്പോൾ lambda by 2a, എന്നിട്ട് 1 കൊടുക്കുമ്പോൾ 3 by 2 lambda by a, എന്നിട്ട് 2 കൊടുക്കുമ്പോഴോ 5 by 2 lambda by a, ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടും? നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ഡയഗ്രം ഒന്ന് വരച്ചേക്കുക, പാത്ത് ഡിഫറൻസ് എഴുതുക, മിനിമം കണ്ടീഷൻ എഴുതുക, ഫോർ മാക്സിമം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് 0യിൽ മാക്സിമയാണ് ഓൾറെഡി പറഞ്ഞു. പിന്നെന്താ ലാംഡ ബൈ എയിൽ വരുമ്പോൾ മിനിമയാവും. ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി, ഇവിടെ ഇതേപോലെ മിനിമം, രണ്ട് സൈഡിലേക്ക് വരണം ഇങ്ങനെയായി. പിന്നെ മാക്സിമം, പിന്നെ മിനിമം, പിന്നെ മാക്സിമം, അങ്ങനെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഗ്രാഫ്
നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു റിസൾട്ടാണ് വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഞാൻ പറഞ്ഞു ഈ നടുക്ക് മാക്സിമം ആണെന്ന് പറഞ്ഞു. അത് എത്ര വിഡ്ത്ത് ഉണ്ടാവും, അതായത് ഈ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം, വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം അതിന് വേണ്ടിയിട്ട് tan theta കണ്ടുപിടിക്കാം. tan theta from this figure is tan theta equal to tan theta equal to ഈ ഡിസ്റ്റൻസിന് x side is so tan theta equal to x by opposite side by adjacent side, അതായത് x by d വരും. For small angles tan theta can be approximated to theta, so theta equal to x by d or theta equal to x by d. Then മിനിമയ്ക്കുള്ള തീറ്റ എന്തായിരുന്നു? n lambda by a അല്ലേ? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ theta equal to n lambda by a for minimum. അതായത് we are assuming that ഈ x എന്ന് പറയുന്നത് that is the distance to the first minimum. ഇത്രയും സെൻട്രൽ മാക്സിമം കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് അവിടെ മിനിമം കിട്ടി. അത് x ഡിസ്റ്റൻസ് അകലത്തിലാണ്, 0-യിൽ നിന്ന് x ഡിസ്റ്റൻസ് അകലത്തിലാണെന്നാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ ഡി എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് ഫോർ മിനിമ തീറ്റ ഈസ് എൻ ലാംഡ ബൈ എ. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. തീറ്റ ഈസ് എൻ ലാംഡ ബൈ എ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഡി. ഫ്രം ദിസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡി ബൈ എ എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡി ബൈ എ. സോ ഫ്രം 0 ടു എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു മിനിമ ഉണ്ട്. അതേപോലെ തന്നെ താഴേക്കും 0-യിൽ നിന്ന് താഴേക്കും എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു മിനിമ ഉണ്ടാവും. അപ്പോൾ എന്താണ് വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ എന്ന് പറയുന്നത്? സെൻട്രൽ മാക്സിമ will be 2x ആയിരിക്കും, which is equal to x plus x. 2x ആയിരിക്കും, which is equal to 2n lambda d by n lambda d by a. ഞാൻ ഒന്നുകൂടി പറഞ്ഞ ഈ ഐഡിയ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ഇതിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ഞാൻ O എന്ന് എടുത്തേക്കുന്നത്. ആ O എന്നുള്ള പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് അടുത്ത മിനിമ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് അടുത്ത മിനിമ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 0 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇത് സെയിം ഡിസ്റ്റൻസ് അകലത്തിലാണ് അടുത്ത ഡാർക്ക് ബാൻഡ് വന്നിരിക്കുന്നത്. അതായത് ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2x എന്ന് കൊടുക്കാൻ കാരണം. വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമ ഈസ് 2x. ഇങ്ങനെ ഒരു സ്ക്രീൻ ആണെങ്കിൽ ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ്, ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ്. ഇത് 0-യിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഫസ്റ്റ് ഡാർക്ക് മിനിമ, അതുപോലെ തന്നെ എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ സെക്കൻഡ് മിനിമ. ഈ രണ്ട് ഡിസ്റ്റൻസും തമ്മിലുള്ള വിഡ്ത്ത് ആയിരിക്കുമല്ലോ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2x എടുത്തിരിക്കുന്നത്. 2x ഈക്വൽ ടു 2n ലാംഡ ഡി ബൈ എ. ഇവിടെ n ലാംഡ ബൈ എ എടുക്കാൻ കാരണം ഫോർ ഫസ്റ്റ് മിനിമ അങ്ങനെ കൊടുക്കുക. ഇവിടെ ഫോർ
ഫസ്റ്റ് മിനിമം അതായത് n ഈക്വൽ ടു 1 ആവുമ്പോൾ we will get x equal to lambda d by d. Lambda d by d ആണ് ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ n ന് എന്ത് പറയാം, നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ 2 lambda d by a that is width of the central maximum. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിക്കണം. width of the central maximum is 2 lambda d by a. ഓൾസോ വെച്ചിട്ടോ width of the central maximum പഠിക്കേണ്ടത് width of the central maximum is equal to 2 lambda d by a. 2 lambda d by a. d എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്ക്രീനും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d എന്ന് പറയുന്നത്. a എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ വിഡ്ത്താണ്, സ്ലിറ്റ് വിഡ്ത്ത്. സിലബസിലുള്ള ഒരു ചെറിയൊരു കാര്യമുണ്ട് ഇന്റർഫറൻസിന്റെ, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്. എന്താണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്? The position of maxima and minima of intensity. The position of maxima and minima of intensity. The position of maxima and minima of intensity in the interference pattern, on the observation screen, do not change with time. The position of maxima and minima of intensity in the interference pattern. Interference pattern every observing on the observation screen. Interference pattern on the observation screen do not change with the time. Then interference is called a sustained interference. അപ്പോൾ എന്താണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് എന്ന് പഠിച്ചു വെക്കുക. എന്താണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്? ഇന്റർഫറൻസിന്റെ മിനിമവും മാക്സിമം ഇന്റൻസിറ്റി ഒന്നും എന്ത് ചെയ്യുന്നില്ല, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. Position of maxima and minima intensity in the interference pattern do not change with the time. Then the interference is called a sustained interference. Conditions. എന്തൊക്കെ കണ്ടീഷൻ ആണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് കിട്ടാൻ ആവശ്യമുള്ളത്? കണ്ടീഷൻസ്. ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? സോഴ്സ് എന്തായിരിക്കണം? കൊഹറന്റ് ആയിരിക്കണം. കൊഹറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ കൊഹറന്റ് എന്ന് വെച്ചാൽ റിവൈസ് ചെയ്യിപ്പിച്ചതല്ലേ? കൊഹറന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സെയിം വേവ് ലെങ്ത്, സെയിം ഫ്രീക്വൻസി, പിന്നെ സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ടു സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ്. എങ്ങനെയൊക്കെ നമുക്ക് കൊഹറന്റ് സോഴ്സസ് ഉണ്ടാക്കാം റിഫ? എങ്ങനെയൊക്കെ കൊഹറന്റ് സോഴ്സസ് ഉണ്ടാക്കാം? യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് വഴി കൊഹറന്റ് സോഴ്സസ് ആണ് ഉണ്ടാക്കിയത് അല്ലേ? എങ്ങനെയാ? ഒരു സോഴ്സിന്റെ ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഒരിക്കലും എന്താവില്ല, കൊഹറന്റ് ആയിരിക്കില്ല. ഡിപെൻഡന്റ് സോഴ്സ് ആയിരിക്കണം. അതായത് ഒരു സോഴ്സിൽ തന്നെ രണ്ട് സ്ലിറ്റ് കൊടുത്തിട്ട് ആ രണ്ട് സ്ലിറ്റിൽ കൂടി എന്ത് ചെയ്യാണ്, ലൈറ്റ് കടന്നു പോകുമല്ലോ. ഈ രണ്ട് സോഴ്സും S1 S2 എന്ന് പറയുന്നത് കൊഹറന്റ് ആണ്. ഇപ്പൊ ഡബിൾ സ്ലിറ്റ് വഴി നമുക്ക് കൊഹറന്റ് സോഴ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു തിൻ ഫിലിമിന്റെ ബോട്ടം സർഫസിൽ നിന്ന് ടോപ്പ് സർഫസിൽ നിന്നും റിഫ്ലക്ട് ചെയ്തു പോകുന്ന ലൈറ്റ് റേസ് കൊഹറന്റ് ആയിരിക്കും. പറഞ്ഞല്ലോ. അപ്പൊ ടു സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ്. At the condition, two sources should emit light of same frequency or wavelength. Two sources should emit light of same frequency or wavelength. Two sources should emit light of same frequency or wavelength. Two sources should emit light of same frequency or wavelength. The screen must be comparatively at a larger distance from the source. The screen must be comparatively at a larger distance from the source.
ഓക്കെ, ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പിള്ളേരെ? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നല്ലേ പഠിച്ചത്? ഡി ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ സ്ക്രീൻ ഫ്രം ദ സോഴ്സ് അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഡി. അപ്പൊ ഡി കൂടി കഴിഞ്ഞാൽ എന്താണ്? ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ത് ചെയ്യും? കൂടും. അപ്പൊ നമുക്ക് ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പൊ സ്ക്രീൻ മസ്റ്റ് ബി കമ്പാരിറ്റീവ്ലി അറ്റ് എ ലാർജർ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. അപ്പൊ അതാണ് എന്ത്? സസ്റ്റെയിൻ ഇന്റർഫറൻസ്, അതിന്റെ കണ്ടീഷൻസ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. See that you are getting. First one, when CD is illuminated by, ഈ വെള്ളത്തിലെ ഓയിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് എന്താ പറയാ ഇങ്ങനെ ഒരു കളേർഡ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? ഡിഫ്രാക്ഷൻ പറഞ്ഞിട്ട് ഇന്റർഫറൻസ് പറയും, ഇന്റർഫറൻസ് പറയുന്നിടത്ത് ഡിഫ്രാക്ഷൻ പറയും. ഇന്റർഫറൻസ് ആണ് കേട്ടോ, ഇന്റർഫറൻസ് ആണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് ഇലക്ട്രോമാറ്റിക് അപ്പറേഷൻ ഒന്നും എന്താണ് ഈ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യണം? വൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴത്തേനുമാണ് കളേഴ്സ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഉപയോഗിക്കുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റാണ്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഓരോ കളേഴ്സിനും വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ സാധാരണ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? ഈ ഡാർക്കും ബ്രൈറ്റും അങ്ങനത്തെ ബാൻഡ് കിട്ടുന്നതിന് പകരം കളേഴ്സ് കിട്ടും. മനസ്സിലായോ? കളേഴ്സ് കിട്ടും. അതുകൊണ്ടാണ് ഈ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാണുന്നത്? ഇങ്ങനെ ഒരു കളർ ഇത് ഇവിടെ കാണാൻ പറ്റും, കളേർഡ് പാച്ച്. അപ്പൊ അതിന് കാരണം ഇന്റർഫറൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, when CD is illuminated by a source of white light, when CD is illuminated by a source of white light, colored lines are observed. This is due to diffraction. Okay, so CD യിലെ കളേഴ്സ് കാണുന്നത് ഡിഫ്രാക്ഷൻ ആണ്. When exposed to അടുത്തൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. When exposed to sunlight, thin films of oil on water exhibit brilliant colors due to phenomenon of എന്താണ്? ഇന്റർഫറൻസ്. ഓക്കെ, അതായത് എണ്ണ ഓയിൽ വെള്ളത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബ്രില്യന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നത് ഇന്റർഫറൻസ് കൊണ്ടും, അതേസമയം CD-യിൽ പല കളേഴ്സ് വൈറ്റ് ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പല കളേഴ്സ് ഫോം ചെയ്യുന്നത് ഡിഫ്രാക്ഷൻ കൊണ്ടുമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, if white light is used in diffraction due to a slit, the central maxima will be dashed. Central maxima will be answer white. Central maxima will be white. അടുത്ത ക്വസ്റ്റ്യൻ, in a single slit diffraction pattern, അതായത് ഗ്രാഫ്, in a single slit diffraction pattern നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന ആ പാറ്റേണിൽ intensity and width of fringes are dash. In a single slit diffraction pattern, intensity and width of fringes are of dash. Options: unequal width, equal width, single slit diffraction pattern. അതിപ്പോ പറഞ്ഞത് സിംഗിൾ സ്ലിറ്റ്, ഒരു സ്ലിറ്റ് ഉള്ളു, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. Intensity and width of the fringes are of
ഓപ്ഷൻ അൺഈക്വൽ വിഡ്ത്ത് ആണോ? ഓപ്ഷൻ ബി ഈക്വൽ വിഡ്ത്ത്, ഓപ്ഷൻ സി ഈക്വൽ വിഡ്ത്ത് ആൻഡ് അൺഈക്വൽ ഈക്വൽ വിഡ്ത്ത് ആൻഡ് ഈക്വൽ ഇന്റൻസിറ്റി, ഈക്വൽ വിഡ്ത്ത് ആൻഡ് ഈക്വൽ ഇന്റൻസിറ്റി, ആൻഡ് ഓപ്ഷൻ ഡി അൺഈക്വൽ വിഡ്ത്ത് ആൻഡ് അൺഈക്വൽ ഇന്റൻസിറ്റി. പറ. ഈക്വൽ വിഡ്ത്ത് ആണോ? ഞാൻ പറഞ്ഞല്ലോ ഈക്വൽ വിഡ്ത്ത് ആണോ? ഇവിടെ മാക്സിമം കണ്ടില്ലേ, ഇത് മാക്സിമം ആയിരിക്കും. പിന്നെ ഇന്റൻസിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അൺഈക്വൽ ആണ്. പിന്നെ വാട്ട് അബൌട്ട് ദ ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ്? അതും എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഷാഡ് ഓവർ ആയിട്ട് വരിക. ഇവിടെ മാക്സിമം പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക. അതങ്ങനെ കൂടി കൂടി വരും. അപ്പോൾ അൺഈക്വൽ വിഡ്ത്ത് ആൻഡ് അൺഈക്വൽ ഇന്റൻസിറ്റി ആണ് ആൻസർ. അൺഈക്വൽ വിഡ്ത്ത് ആൻഡ് അൺഈക്വൽ ഇന്റൻസിറ്റി. അൺഈക്വൽ വിഡ്ത്ത് ആൻഡ് അൺഈക്വൽ ഇന്റൻസിറ്റി. അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ MCQ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ CD-യിൽ വർണ്ണങ്ങൾ കാണാനുള്ള കാരണം ഡിഫ്രാക്ഷൻ, അതുപോലെ എണ്ണപ്പാടാണ്, അതിനകത്ത് ഇന്റർഫറൻസ്. അത് നിങ്ങൾ ഓർത്ത് തന്നെ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് യൂസിംഗ് എ ബീം ഓഫ് റെഡ് ലൈറ്റ്. എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് യൂസിംഗ് എ ബീം ഓഫ് റെഡ് ലൈറ്റ്. എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് യൂസിംഗ് എ ബീം ഓഫ് റെഡ് ലൈറ്റ്. What will happen? What will happen? What will happen if the red light is replaced by blue light? What will happen if the red light is replaced by blue light? Diffraction pattern red light കൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. What will happen if the red light is replaced by blue light? Blue light replace red light നെ blue light ആക്കി മാറ്റുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് പറയാം. നോ ചേഞ്ച്. ഓപ്ഷൻ ബി, ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ബിക്കം നാരോവർ. ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ബിക്കം നാരോവർ. ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ബിക്കം നാരോവർ. ഓപ്ഷൻ സി, ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ബിക്കം ബ്രോഡർ. ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ബിക്കം ബ്രോഡർ. And option D, diffraction pattern disappears. Diffraction pattern disappears. What might be the answer? എന്തായിരിക്കും ആൻസർ? വെരി ഗുഡ്, ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് നാരോവർ ആവും? കാരണം അതും കൂടി പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് നാരോവർ എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ബ്രോഡർ പറഞ്ഞില്ല? റെഡ് ലൈറ്റ് ഇല്ല, ഇതാണ് 2 lambda d/d ആണ് റിലേഷൻ. അപ്പോൾ എന്താണ്? ലാംഡ ഈസ് more for red light. So when we use blue light, the wavelength decreases. So when wavelength decreases, width of the central maximum also decreases. അപ്പോൾ എന്ത് പറ്റും? ബാൻഡ് കുറച്ചുകൂടി അടുത്തെടുത്ത് വരും. ഈ ഒരു ബാൻഡിന്റെ സൈസ് കുറയും, നാരോവർ ആവും. മനസ്സിലായോ? സോ വേവ് ലെങ്ത് കുറയുന്നത് കൊണ്ട് ഡിഫ്രാക്ഷൻ ബാൻഡ്സ് നാരോവർ ആവും. അടുത്തൊരു ക്വസ്റ്റ്യനും ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. A parallel beam of light of wavelength 600 nanometer, a parallel beam of light of wavelength 600 nanometer is incident normally on a slit of width 0.2 millimeter, slit of width 0.2 millimeter. If the resulting diffraction pattern is observed on a screen, കിട്ടില്ല. If the resulting diffraction pattern is observed on a screen 1 meter away, 1 meter away, find the distance of first question. Find the distance of first question. First minimum
ഇത് CBSE 22 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് മാക്സിമം ഫ്രം സെൻട്രൽ മാക്സിമം. സെക്കൻഡ് മാക്സിമം ഫ്രം സെൻട്രൽ മാക്സിമം. സെക്കൻഡ് മാക്സിമം ഫ്രം സെൻട്രൽ മാക്സിമം. Relation എന്ന് പറയുന്നത്, so this is for maxima and for minima what is the relation? For minima, first minima ഒരു relation ഉണ്ടാവുമല്ലോ, what is that? നമ്മൾ എഴുതിയില്ലേ തീറ്റ equal to n lambda by a. See, this is the condition for minima അല്ലേ? തീറ്റ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? x equal to n lambda d by a എന്ന റിലേഷൻ ചെയ്തില്ലേ? x equal to n lambda d by a. Okay, അതെന്ന് പറയുന്നത് എന്താണ്? When n equal to 1, that is the condition for first minimum. n 1 ആവുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഫസ്റ്റ് മിനിമം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മിനിമം എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? x is equal to n lambda d by a. Relation is n lambda d by a. x is equal to n lambda d by a for first minima. For first minima n equal to 1. For first minima n is equal to 1. Therefore x is equal to lambda d by a. X is equal to lambda d by a. What is lambda equal to? 600 nanometer. 600 into 10 raised to minus 9 into distance to the screen is 1 meter. Alle 1 meter away. So 1 meter divided by 1 divided by slit width. Slit width is 0.2 millimeter. That is 0.2 into 10 to the power minus 3 meter. അപ്പോൾ എന്ത് വരും? into 10 raised to minus 3 കിട്ടിയ 3 into 10 raised to minus 3 കിട്ടിയ ഇല്ല താഴെ ചെയ്ത് നോക്ക് തന്നെ ചെയ്ത് നോക്ക് 0.2 താഴെ മോളിൽ തന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ 300 പോയിന്റ് മാറുമ്പോൾ 30 എന്നിട്ട് മൈനസ് 9 പ്ലസ് 3 ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 6 30 ഇതൊക്കെ അപ്പൊ ചെയ്ത 10 raised to minus 10 10 raised to 3 അങ്ങോട്ട് ചെയ്ത് നോക്ക്. ഇവിടെ 0.2 അങ്ങനെ മാറ്റുമ്പോഴത്തേനും 2 ആവും, മുകളിൽ 6000 വരില്ലേ? 3000 അല്ലേ? ആദ്യം 2 കട്ട് ചെയ്തു, അപ്പം താഴെ 0.1 അങ്ങനെ പോയിന്റ് മാറ്റാൻ പറ്റും. Okay, similarly for second maximum, maximum ആണ് കേട്ടോ ഇവിടെ second maximum. ഇത് minimum ആയതുകൊണ്ടാണ് നമ്മൾ n lambda d by a എന്ന് എടുത്തത്. For second maxima, the condition for maxima is delta is equal to 2n plus 1 lambda by 2.
അപ്പൊ എന്ത് വരും? x is equal to നമുക്ക് എഴുതാം 2n plus 1 lambda by 2. Second maxima n equal to 2 അല്ലേ? So second maxima n equal to 2. So x is equal to 2 into 2 plus 1. Second maximum from central maximum. Second maximum from central maximum. Central maximum ത്തിലൊക്കെ എങ്ങനെയല്ലേ സെൻട്രൽ മാക്സിമയില് എങ്ങനെ 2 കൊടുക്കണമല്ലോ? central maximum അല്ലേ? 2n plus 1 lambda by 2. lambda e by a തന്നെ. പക്ഷേ lambda d by a n plus 1 by 2 n plus 1 lambda by 3. സെൻട്രൽ മാക്സിമ ഉദ്ദേശിക്കുന്നത് ഫോർ n ഈക്വൽ ടു 0 എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. സെൻട്രൽ മാക്സിമ n ഈക്വൽ ടു 0 വരുമ്പോൾ സെൻട്രൽ മാക്സിമ. ഫ്രം ദാറ്റ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ സെക്കൻഡ് മാക്സിമ? സോ 2n plus 1 lambda by 2 d by a. അപ്പോൾ എന്ത് വരും? x is equal to 2 into 2 plus 1 lambda is 600 by 2 into 1 by 0.2 into 10 raised to minus 3. 600 into 10 raised to minus 9 nanometer. 7.5 millimeter ആണല്ലോ ആൻസർ കൊടുത്തിരിക്കുന്നത്. അല്ല 600 into 10 raised to ആ minus 10 raised to 9. ശരിയാണ്. 10 raised to minus 9. millimeter. കിട്ടിയല്ലോ? അടുത്തത് ഒരു ചെറിയ പ്രോബ്ലം കൂടി. The ratio of intensities at minima to the maxima in the Young's double slit experiment is
The ratio of intensities at minima to the maxima in the Young's double slit experiment is 9:25. 9:25. Find the ratio of the width of the two slits. Find the ratio of the width of the two slits. The ratio of intensity at minima to maximum Is 9:25. The ratio of intensities at minima to the maxima in the Young's double slit experiment is 9:25. Find the ratio of the width of the two slits. രണ്ട് സ്ലിറ്റിന്റെ വിഡ്ത്തിന്റെ റേഷ്യോ എത്രയായിരിക്കും? ഈ റേഷ്യോ ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ചാപ്റ്ററിലും ഈ റേഷ്യോ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇവിടെ നമുക്ക് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഓർത്ത് വെക്കേണ്ട റിലേഷൻ ഞാൻ പറയാം. W1/W2 വിഡ്ത്ത്, റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ഓഫ് മിനിമ ടു മാക്സിമ ആണെങ്കിലും മിനിമ ടു മിനിമ ആണെങ്കിലും എനിവേ W1/W2 is equal to I1/I2 is also equal to A1 square by A2 square. A1 square by A2 square. So ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദ മിനിമ ടു മാക്സിമ, അതായത് വിഡ്ത്ത് ഓഫ് ടു സ്ലിറ്റ്സ് എന്ന് പറയുന്നത് W1/W2 ഈക്വൽ ടു I1/I2. I1 ഉം ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ റിലേഷൻ? I is directly proportional to square of the amplitude. So A1 square by A2 square. Then in the question it is given Young's double slit experiment, the ratio of intensities at minima to the maxima. Minima to the maxima is 9:25. So I minima ആ ഫിഗറിനകത്ത് ഏത് ലെറ്റർ സ്ലിറ്റ് here A സ്ലിറ്റ് ഡി length of the slit from the source. ഇന്റർഫറൻസിൽ നമ്മൾ ഇവിടെ ഡി എടുത്ത് സ്മോൾ ഡി എടുത്ത് ലാർജ് ഡി എപ്പോഴും സ്ക്രീനിൽ എടുക്കില്ല. So I minima to I maxima is equal to, in terms of amplitude, how can we write I minima equal to resultant intensity for minima intensity is A1 minus A2 square divided by A1 plus A2 square is equal to in the 9 is 25. So 9/20. Okay, so the question, according to the question, I minima to I maxima ratio is given as 9:25. I minima can be written as A1 minus A2. Minima വരുമ്പോൾ A1 minus A2 ആണ് എഴുതുന്നത്. മാക്സിമം വരുമ്പോഴത്തേന് ആഡപ്പ് ചെയ്യും, രണ്ട് ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ ആഡപ്പ് ചെയ്യും, A1 plus A2. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണല്ലോ. ഇന്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ റിലേഷൻ? I is directly proportional to square of the amplitude. I minimum ആംപ്ലിറ്റ്യൂഡിന്റെ ഇത് ഇന്റൻസിറ്റി ഐ മിനിമം ഇന്റൻസിറ്റി അതെ, അതിന്റെ റേഷ്യോ ഇന്റൻസിറ്റി എങ്ങനെ ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റിലേഷൻ? മിനിമം ആയതുകൊണ്ട് A1 minus A2 കിട്ടും, മാക്സിമം ആയതുകൊണ്ട് A1 plus A2 കിട്ടും. ഓക്കെ, അപ്പോൾ A1 minus A2 the whole square divided by A1 plus A2 the whole square is equal to 9:25. So from this A1 minus A2 divided by A1 plus A2 എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. A1 minus A2 the whole square divided by A1 plus A2 the whole square is 9/25. അപ്പോൾ A1 minus A2 3/5. So ഇത് രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. A1 minus A2 is 3 and A1 plus A2 equal to 5. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? ആഡ് ചെയ്യുമ്പോഴത്തേനും -A2 plus A2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2A1 equal to 5 3 8. Then A1 equal to 8/2 4 എന്ന് കിട്ടും. ഇനി ഫ്രം ദിസ് ഇതിൽ A1 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ A1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get A2 equal to A1 minus 3 എന്ന് വരും. So A1 is 4 minus 3 which is equal to 1 അല്ലേ? 1. ഇനി നമുക്ക് ഇത് അങ്ങോട്ടേക്ക് ഇന്നിട്ട് കൊടുക്കാം. W1/W2 is equal to A1
minus a2. a1 minus a2 the whole square divided by a1 plus a2 the whole square, which is equal to 4 minus 1. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്താൽ a1 അതന്നെ ശരി ശരി a1 square by a2 square അല്ലേ, which is equal to a1 square means 4 square by 1 square, which is equal to 16 by 1. So w1 is to w2 എന്ന് പറയുന്നത് 16 is to 1. 16 is to 1. Width of this. Find the ratio of two slits. Width. Two slits. Width. ഈ ചാപ്റ്ററിൽ ഇതിനകത്ത് ഉള്ള ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. Resolving power of optical instruments സ്കൂളിൽ എടുത്തോ? Resolving power ഇല്ലെങ്കിൽ പഠിക്കണ്ട, സിലബസിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. സ്കൂളിൽ എടുത്തെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ മാത്രം. റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് 2mu sin beta by ലാംഡയും റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് d divided by 1.22 ലാംഡ. ഇനി ഇതിനകത്തുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. രണ്ട് ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു കൊടുക്കുക. ഫ്രിഞ്ച് വിടുക. ഓൾ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ആർ ഈക്വൽ വിടും. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്റർഫറൻസ് പാറ്റേണിലെ എല്ലാ ഡാർക്ക് ഫ്രിഞ്ചും ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് അതിന്റെ വിഡ്ത്ത് എന്ന് പറയാം, ബാൻഡ് വിഡ്ത്ത് ഈസ് സെയിം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ആർ ഈക്വൽ വിഡ്ത്ത്. ഡിഫ്രാക്ഷൻ ആണെങ്കിലും അങ്ങനെയാണോ? അൺഈക്വൽ വിഡ്ത്ത് ആണ്. ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഹാവ് ഗോട്ട് ഡബിൾ വിഡ്ത്ത്, so that of width of secondary maxima or minima. Anyway, the fringes are the fringe width is not equal. Intensity of bright fringes. All bright fringes are of same intensity. പക്ഷേ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? സെൻട്രൽ വരുന്നതിനാണ് കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത്. സെൻട്രൽ ഫ്രിഞ്ച് is the brightest and the intensity of secondary maxima decreases with the increase of order of secondary maxima on either side of the central maxima. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അടുത്ത നമുക്ക് ഡുവൽ നേച്ചറിലേക്ക് പോവാം. ഡുവൽ നേച്ചർ Dual nature of radiation, photoelectric effect, Hertz and Lennard's observation, Einstein photoelectric equation പഠിക്കുക, particle nature of light, experimental study of photoelectric effect, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ഡുവൽ നേച്ചറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒന്ന് എടുത്തോട്ടോ. അതിനകത്ത് അങ്ങനെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ നമുക്കത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അടുത്ത ദിവസം വരുമ്പോഴത്തേനും ഞാനത് ചോദിക്കുകയും ചെയ്തു. പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചു പോകില്ലല്ലോ. കുറച്ച് ഹോംവർക്കും തരാം ഈ കഴിഞ്ഞ ചാപ്റ്ററില്. എങ്ങനെയുണ്ട് ലാസ്റ്റ് ചാപ്റ്റർ? ബയോമോളിക്യൂൾസോ? കെമിസ്ട്രി. എന്തായാലും തോറ്റെന്ന് മനസ്സിലായില്ല, കൂട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, ആദ്യം ഡുവൽ നേച്ചർ. ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ റേ ഒപ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറാണ്.
വേവ് ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞു ലൈറ്റിന് പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല എന്താണ് വേവ് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, പോളറൈസേഷൻ തുടങ്ങിയ ഫിനോമിന ലൈറ്റിന്റെ വേവ് നേച്ചർ കൊണ്ട് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഇതൊക്കെ പാർട്ടിക്കൽ നേച്ചർ കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റിന് രണ്ട് നേച്ചറും ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഒന്ന് തന്നെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു ഭാഗമാണല്ലോ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. പഠിപ്പിച്ചോളൂ. ഇലക്ട്രോമാഗ്നറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അത് കഴിഞ്ഞല്ലോ. അതുപോലെയല്ലേ സാർ? അതിനകത്ത് ഡെറിവേഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. പക്ഷേ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ ഒന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇലക്ട്രോൺ എമിഷൻ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെറിവേഷൻ ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഇക്വേഷൻ പഠിക്കണം. പ്രോബ്ലംസ് കുറച്ച് തിയറി അറിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. Okay, electron emission. The process of emission of electron from a metal surface is called electron emission. നമ്മൾ ഒരു മെറ്റൽ സർഫസിൽ ഒത്തിരി എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഈ ഫ്രീ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ ഒരു മുറിയിൽ നമ്മൾ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ മുറി തുറന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇലക്ട്രോൺസ് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് മെറ്റലിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ മെറ്റൽ സർഫസിന്റെ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം ഇലക്ട്രോൺ പോകുന്ന ഒബ്ജക്റ്റിന് എന്ത് ചാർജ് കിട്ടും? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ when some object uses electron it become positive charge and when someone gains electron it become negative charge. അപ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും മെറ്റൽ സർഫസിൽ എന്ത് ചാർജ് ഉണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ പോകാൻ സമ്മതിക്കാതെ ഈ ഇലക്ട്രോണിനെ അതിന്റെ സർഫസിലേക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. ഈ പുള്ളിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള എനർജി ഇലക്ട്രോണിന് കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യത്തുള്ളൂ ഇവിടെ മെറ്റൽ സർഫസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിന്റെ എമിഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്താ പറയാ, ഐൻസ്റ്റീൻ പറയുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ റേഡിയേഷൻസ് മെറ്റലിൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാകും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഇത് പറയുന്നത്. Okay, a metal large number of free electrons are present which can move everywhere in a metal, but these electrons cannot leave the surface of the metal. Work function എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The minimum energy required by an electron to escape from the metal surface is called the work function of the metal. എന്താണ്? മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം എനർജിനെ പറയുന്ന പേരാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചോദിക്കും വർക്ക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ വർക്ക് ഫംഗ്ഷൻ ഈസ് ദ മിനിമം എനർജി required by the electron to escape from the surface of the metal. So it is measured in electron volt. Electron volt എന്ന് പറയുന്ന യൂണിറ്റിലാണ് അതിനെ മെഷർ ചെയ്യുന്നത്. 1 electron volt എന്ന് പറഞ്ഞാൽ in joule it is 1.6 into 10⁻⁻⁹ joule. അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് വേഗം എഴുതിക്കുക. വർക്ക് ഫംഗ്ഷൻ ആദ്യം ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കുക. ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണമെന്നില്ല. ഫൈ ഈസ് ഈക്വൽ ടു, നമുക്ക് ഫൈ അല്ല 50 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 50 ഈസ് ഈക്വൽ ടു 50 ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ 50 ഈക്വൽ ടു ഈ ഇക്വേഷൻ എഴുതിക്കോ h mu 0 where mu 0 is called the
ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താന്ന് പറയാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഞാൻ പറഞ്ഞൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്ന് വീണാൽ മാത്രമേ ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ താഴെയാണ് ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. Threshold frequency is the minimum frequency required for photoelectric emission to happen. Okay, so H mu 0, phi 0 equal to H mu 0. It is measured in electron volt. Measured in electron. അങ്ങനെ point ആയിട്ട് എഴുതിയാൽ മതി. Measured in electron volt. Work function is measured in electron volt. 1 electron volt equal to 1.6 into 10 raised to minus 19 joule. 1 electron volt equal to 1.6 into 10 raised to minus 19 joule. The minimum energy required for the electron emission from the metal surface can be supplied to the free electrons by any of the following physical process. അപ്പോൾ ഇതിന് ഇലക്ട്രോൺസിനെ എസ്കേപ്പ് ചെയ്യാനുള്ള എനർജി ഈ താഴെ തന്നിരിക്കുന്ന 3 രീതിയിലാണ് അതിന് കിട്ടുന്നത്. ഒന്ന് തെർമിയോണിക് എമിഷൻ എന്ന് പറയും. The process of emission of an electron when a metal is heated is known as thermionic emission. അല്ലേ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസിന് ഹീറ്റ് എനർജി കിട്ടുവാണ്, അതിന് തെർമിയോണിക് എമിഷൻ എന്ന് പറയും. The free electrons in the metal absorb the heat energy and can overcome the surface barrier. As a result, free electrons are emitted from the metal surface. അപ്പോൾ ഹീറ്റ് എനർജി കൊടുത്ത് ഇലക്ട്രോൺസിനെ എസ്കേപ്പ് ചെയ്യും, അതിനെ തെർമിയോണിക് എമിഷൻ എന്ന് പറയും. അടുത്തത് ഫീൽഡ് എമിഷൻ. The process of emission of free electrons when strong electric field of the order of 10 raised to 8 volt per meter is applied across a metal surface is known as field emission. എന്താണ് ചെയ്യുന്നത്? ഒരു പൊട്ടൻഷ്യൽ കൊടുത്ത്, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട്, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാഥോഡ് എമിഷൻ എന്ന് പറയും. അടുത്ത പോയിന്റ്, അടുത്ത എമിഷൻ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്തായിരിക്കും ഫോട്ടോ? ഫോട്ടോ മീൻസ് ലൈറ്റ്. The process of emission of electrons when light of suitable frequency is incident on a metal surface is known as photoelectric emission. When light of suitable frequency illuminates a metal surface, electrons are emitted from the metal surface. The electrons emitted are known as photoelectrons. അപ്പോൾ ഫോട്ടോൺ വന്ന് വീഴും, ഫോട്ടോ മീൻസ് ലൈറ്റ്, ലൈറ്റ് വന്ന് വീണിട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ ആണല്ലോ എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഫോട്ടോ കറണ്ട് എന്ന് പറയും. ഇലക്ട്രോൺസിന് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി അവിടെ വേണം എന്തിന്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാനായിട്ട്. ആ മിനിമം ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ താഴെയാണ് വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. Okay, so the minimum frequency required for photoelectric emission to happen is called a threshold frequency denoted by mu 0. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, the emission of electrons from the surface of the metals due to the incidence of light of suitable frequency is called a photoelectric effect. The ejected electrons are called photoelectrons and the current constituted is called a photocurrent. അടുത്തത് ഹേർട്സ് ഒബ്സർവേഷൻ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണ് എന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്? The emission of electrons from the surface of a metal when it is hit by an incident radiation of suitable frequency. ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, the emission of electron from the surface of metal due to the incidence of light of suitable frequency is called a photoelectric effect. അപ്പോൾ suitable frequency എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഹേർട്സ് ഒബ്സർവേഷനും അതുപോലെ ലെനാർഡ്സ് ഒബ്സർവേഷൻ. ഹേർട്സ് ഒബ്സർവേഷൻ പറയുന്നത് ഹേർട്സ് ഒബ്സർവ് ദാറ്റ് when ultraviolet rays are incident on negative plate of electric negative plate എന്താണ് negative plate EF often of electric discharge tube, then conduction take place easily in the tube. അത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. Hence noticed that the sparking across the detector enhanced when emitter plate was illuminated by UV light. UV light ഒരു മെറ്റലിന്റെ ഒരു പ്ലേറ്റിൽ വന്ന് വീണപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്പാർക്ക് കണ്ടു.
സ്പാർക്ക് കാണാന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഇപ്പൊ നമ്മള് ലൈറ്റ് എന്താ ലൈറ്റനിങ് ഒക്കെ കാണുന്ന സമയത്ത് മിന്നലൊക്കെ കാണുന്ന സമയത്ത് സ്പാർക്ക് ആയിട്ടല്ലേ കാണുന്നത്. കാരണം എന്താണ്, ഡിസ്ചാർജ് അവിടെ സംഭവിക്കുന്നത് അല്ലെ, അവിടെയുള്ള ഡിസ്ചാർജ് ഇലക്ട്രോൺസ് ഡിസ്ചാർജ് ചെയ്യാണ്, ചാർജ് ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ടാണ് സ്പാർക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് കൊണ്ടാണ് സ്പാർക്ക് ഉണ്ടായത് നമുക്ക് പറയാം. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഹേർട്സ് എന്താ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ UV റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ വീണപ്പോൾ എന്തുണ്ടായി, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തത് കൊണ്ട് അയാൾക്ക് ഒരു സ്പാർക്ക് അവിടെ കാണാൻ പറ്റി. അതാണ് എന്ത് ഹേർട്സ് ഒബ്സർവ് ചെയ്ത കാര്യം. Okay, so Hertz noticed that sparking across the detector enhanced when emitter plate was illuminated by UV light. This was due to the escape of electrons to the surrounding space from metal surface and absorbing enough energy to overcome the force of attraction with the positive ions in the metal. പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് ലെനാർഡ്സ് ഒബ്സർവേഷൻ പറയുന്നത് ഈ ഇലക്ട്രോൺസ് ഒക്കെ ഡിസ്കവറി ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. ലേറ്റർ ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ they came to know that the ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്, ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്തതെന്ന് പിന്നീടാണ് അവർ സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിക്ക് മുമ്പേ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പൊ ലെനാർഡ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബ് ഇങ്ങനെ എടുത്തു. ഇവാക്യുവേറ്റഡ് ട്യൂബ് ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചു, ഇവിടെ രണ്ടാമത്തെ പ്ലേറ്റ് വെച്ചു. എന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് പേര് കൊടുത്തേക്കുന്നത് ചെറിയ രീതിയിൽ വച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു റേഡിയേഷൻ വന്ന് വീഴാണ്. ഈ റേഡിയേഷൻ വന്ന് സീറോ ആണ് പ്ലേറ്റിൽ വീണപ്പോഴത്തേക്കും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഇങ്ങനെ ഇജക്ട് ചെയ്യണം. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന പ്ലേറ്റ് എന്ത് ചെയ്തു, കളക്ട് ചെയ്യാണ്. സോ ഇവിടെ നിന്ന് ഇജക്ട് ചെയ്യാൻ ഇലക്ട്രോൺസിനെ ആരാണ് കളക്ട് ചെയ്യുന്നത്, എ എന്ന് പറയുന്ന പ്ലേറ്റ് കളക്ട് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കറണ്ട് ഇപ്പം ഇലക്ട്രോൺസിന്റെ ഒരു എന്താ പറയാ ഒരു മൂവ്മെന്റ്, transfer of electrons take place and that will constitute a current in the circuit. Electrons move ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഒരു കറണ്ട് ഉണ്ടായി. That is measured by an ammeter. ammeter വെച്ചിട്ട് നമ്മൾ ആ ഇലക്ട്രോൺസിന് എത്ര കറണ്ട് ആണ് ഉണ്ടായെന്ന് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എടുത്തു, രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന മെറ്റൽ ഇലക്ട്രോഡും സി എന്ന് പറയുന്ന മെറ്റൽ ഇലക്ട്രോഡും. മെറ്റൽ ഇലക്ട്രോഡ് ആണ്, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. പിന്നെ എന്താണ്, UV റേഡിയേഷൻ കൊണ്ട് കീഴാണ്. UV radiation is coming and striking on the metal electrode C. Then electrons are gathered at the collector plate. Electrons emit ചെയ്തുന്നു. After the discovery of electron, they came to know that electron is emitted. This is the minimum value of frequency below which electron is not emitted. Okay, അപ്പോൾ ഇവിടെ വന്ന് വീഴുന്ന ഫ്രീക്വൻസി, ലൈറ്റിന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ താഴെയാണെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിയപ്പോഴത്തേനും ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്തു, കളക്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കറണ്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറി. പിന്നെ ഇലക്ട്രോൺസ് ഇങ്ങനെ പോയി എപ്പോഴും ഇലക്ട്രോൺസ് പോവോ, there is a particular moment. ആ മൊമെന്റിൽ എന്താണ്, എല്ലാ ഇലക്ട്രോൺസും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു. സോ കറണ്ട് ഈസ് സാച്ചുറേറ്റഡ്, അല്ലെങ്കിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് മാറി. അതിനെ പറയുന്നു സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സെല്ലുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെല്ലിന്റെ പൊളാരിറ്റി കുറച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്തു. ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് കൊടുത്തപ്പോഴത്തേനും എന്ത് സംഭവിച്ചു, ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കി. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പൊ അവിടെ ഒരു റിപ്പൾഷൻ ഫീൽ ചെയ്യൂലേ, റിപ്പൾഷൻ ഫീൽ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് നേരെ തിരിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായ? അത്ര നല്ല എനർജിയുള്ള ഇലക്ട്രോൺസ് മാത്രമേ എയിലേക്ക് എത്തുള്ളൂ. ബാക്കി എല്ലാ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് സിയിൽ തന്നെ കൊണ്ടുവരും. അങ്ങനെ ഒരു കാര്യം അവിടെ ലെനാർഡ് പറയുന്നുണ്ട്. അപ്പൊ എഫക്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ്. എ എന്ന് പറയുന്നതിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു. എ എന്ന് പറയുന്നത് കണ്ടോ, എ എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോ ഫോട്ടോ കറന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, ഫോട്ടോ കറണ്ട് കൂടും.
പൊട്ടൻഷ്യൽ കൂടിയപ്പോൾ കറണ്ട് എന്ത് ചെയ്തു കൂടി. ആൻഡ് അറ്റ് സം സ്റ്റേജ് ഫോർ എ സർട്ടൻ വാല്യൂ ഓഫ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഫോട്ടോ കറണ്ട് മാക്സിമം ആകും, ഫോട്ടോ കറണ്ട് സാച്ചുറേറ്റഡ് ആവും എന്ന് പറയാം, അതിനെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാം. അപ്ലൈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിച്ചാർഡിംഗ് പൊട്ടൻഷ്യൽ ടു എ, then polarity is reversed, electrons are repelled and most energetic electron are able to reach collector A. Photo current decreases rapidly and becomes zero. The minimum negative potential V0 given to the plate A for which photo current stops or becomes zero is called cutoff or stopping potential. അതായത് ഇവിടെ ഇന്റൻസിറ്റി ഇതൊരു ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. ദിസ് ഈസ് I1, ദിസ് ഈസ് I2, ദിസ് ഈസ് I3. I1, I2, I3 ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻസ് ആണ്. അപ്പൊ അതിങ്ങനെ എന്ത് ചെയ്യാണ്, ഇവിടെ ഫോട്ടോ കറണ്ട് റിച്ചാർഡിംഗ് പൊട്ടൻഷ്യൽ, റിച്ചാർഡിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. റിച്ചാർഡിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇത് ഫോട്ടോ കറണ്ട്, ഫോട്ടോ കറണ്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്, ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, എയിലേക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് എയിലേക്ക് വരികയും ഫോട്ടോ കറണ്ട് കൂടി കൂടി കൂടി. ഓക്കെ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ is applied across the point A, what will happen, photo current increases, photo current കൂടി, photo current increases and it is saturating. at a particular time എന്ത് ചെയ്തു, ഫോട്ടോ കറണ്ട് കൂടി 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 അത് സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുകയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സി, സാച്ചുറേറ്റഡ് ആയി, അതിന് നമ്മൾ എന്ത് പറയും, സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവുകയും ഫോട്ടോ കറണ്ട് കൂടി ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം what will happen, the current is saturating and we get saturation current. ഇനി ആ ഒരു സാച്ചുറേഷൻ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ കറണ്ട് കൂടുന്നതായിട്ട് കാണുന്നില്ല. ഇത് ആരുടെ ഒബ്സർവേഷൻ അല്ലേ, നാടിന്റെ ഒബ്സർവേഷനാണ് പറയുന്നത്. ഇനി അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാള് ഇത് തിരിച്ചു കൊടുത്തു, റിവേഴ്സ് ചെയ്തു. പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോഴത്തേന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഫോട്ടോ കറണ്ട് ഡിക്രീസ് ചെയ്തിട്ട് ഫോട്ടോ കറണ്ട് ഈസ് ഡിക്രീസിങ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ടു സീറോ അറ്റ് എ പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ. ഒരു പൊട്ടൻഷ്യൽ കൊടുത്തു, പൊട്ടൻഷ്യൽ കുറച്ച് റിച്ചാർഡിംഗ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്തു, ഫോട്ടോ കറണ്ട് ഇങ്ങനെ കുറഞ്ഞ് അത് എന്തായി മാറി, സീറോ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഫോട്ടോ കറണ്ട് സീറോ ആയിട്ട് മാറുന്ന ആ പൊട്ടൻഷ്യലിനാണ് എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഫോട്ടോ കറണ്ട് സീറോ ആയിട്ട് മാറിയ പൊട്ടൻഷ്യലിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഇന്റൻസിറ്റി ആയിക്കോട്ടെ, ഇവിടെ I1 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I3 ആണെങ്കിലും അതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡു നോട്ട് ഡിപെൻഡ് ഓൺ ദ ഇന്റൻസിറ്റി എന്നുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ലോസ്. ഇതിനകത്ത് ഇവിടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ വായിച്ചു നോക്കിയ ലോസ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആണ് ഇൻസ്റ്റന്റേനിയസ് പറയുന്നത്. ഇൻസ്റ്റന്റും ഇൻസ്റ്റന്റേനിയസും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പൊ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ ഈ ഫോട്ടോൺസ് വന്ന് വീഴുമല്ലോ, ലൈറ്റ് വന്ന് വീഴുമല്ലോ മെറ്റൽ സർഫസില്. ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യാണ്, ഫോട്ടോൺസ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാണ്. അതായത് അവിടെ ഒരു ടൈം ലാഗ് വരുന്നില്ല.
ഓ ഇൻസ്റ്റന്റേനിയസ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ടൈം ലാഗ് ഇല്ല, ടൈം ലാഗ് ഇല്ല, അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ, രണ്ടാമത്തെ പോയിന്റ് എന്താ മനസ്സിലാക്കുന്നത്, ഫോർ എ ഗിവൺ മെറ്റൽ there exists a certain minimum frequency. ഞാനിപ്പോ കുറെ വട്ടം പറഞ്ഞു ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യം. മിനിമം ഫ്രീക്വൻസി incident radiation below which no photoelectric emission take place. This frequency is called threshold frequency. അപ്പോൾ അടുത്ത ദിവസം ഞാൻ എഴുതിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, what is photoelectric effect, state the laws of photoelectric effect. ഓക്കെ, അപ്പോൾ ഈ 4 ലോസും photoelectric effect എന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് വരാം. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, the photoelectric current is directly proportional to the intensity of the incident radiation but is independent of the frequency of light. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഇന്റൻസിറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ റിലേഷൻ നമുക്ക് ലീനിയർ ഗ്രാഫ്, ലീനിയർ ആയിട്ട് ഇന്റൻസിറ്റി കറണ്ട് എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്, ഫോട്ടോ കറണ്ട് ഇന്റൻസിറ്റിക്ക് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ അങ്ങനെ റീസൺ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതെല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്, അതിനൊരു ലോസ് ആയിട്ട് എഴുതിയേക്കുന്നതാണ്. കാരണം ഇവിടെ ഇന്റൻസിറ്റി, പല ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കറണ്ട് മാറുന്നില്ല, അല്ല കറണ്ട് മാറുന്നുണ്ട്, ഇന്റൻസിറ്റി അനുസരിച്ച് കറണ്ട് മാറുന്നതായിട്ട് കണ്ടു. പക്ഷെ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യാത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു ലോസ് ആയിട്ട് എഴുതിയേക്കുന്നതാണ്. ഓക്കെ, so the photo current is directly proportional to the intensity of incident radiation but is independent of the frequency of light. പക്ഷേ kinetic energy, see the maximum kinetic energy of the ejected electron depends on the frequency. അത് രണ്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ kinetic energy എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് and is independent of intensity. Okay, kinetic energy of the ejected electron, maximum kinetic energy എന്നല്ലോ, മിനിമം വരൂല്ലോ. എങ്ങനെ മിനിമം കിനറ്റിക് അല്ല, ഇലക്ട്രോൺസ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എനർജി കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. മനസ്സിലായോ? ഫ്രീക്വൻസി നമ്മൾ കൂട്ടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, കൈനറ്റിക് എനർജി കൂടും. സോ കൈനറ്റിക് എനർജി, the maximum kinetic energy of ejected electron depends on the frequency of incident radiation and is independent of the intensity. അതിന് എന്ത് ചെയ്യുന്നില്ല, ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ഇലക്ട്രോൺ ഇജക്റ്റഡ് പ്രോസസ് ഡിഫറെന്റ് വെലോസിറ്റി. ഇത് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. The maximum velocity and hence the maximum kinetic energy of these electrons depend only on the frequency of radiation and is independent of the intensity of radiation. ഇത് ഡിഫറെന്റ് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഈ 4 ലോസ് സ്റ്റേറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വെച്ചേക്കുക, ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. പിന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യം, പിന്നെ കൈനറ്റിക് എനർജി എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് കറണ്ട് ഡിപെൻഡ്സ് ഇന്റൻസിറ്റി, ഫ്രീക്വൻസി. ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വെച്ചാൽ അപ്പോൾ അടുത്തത് ഓപ്പോസിറ്റ് ആണ്. പിന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗിവൺ സോ ദാറ്റ് ഫോട്ടോ കറണ്ട് സീറോ ആവുന്ന പൊട്ടൻഷ്യൽ, അതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ പ്രോബ്ലംസും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഇതൊന്ന് കൊണ്ടുവന്നേക്കാം അടുത്ത ദിവസം. ഓക്കെ.